ഒരു ജനത്തിൻ്റെ തേങ്ങലിൻ്റെ, കൃതജ്ഞതയുടെ, ആദരവിൻ്റെ, അംഗീകാരത്തിൻ്റെ പ്രാർത്ഥനകൾ ഉന്നതത്തിലേക്ക് ഉയരുകയാണ്. ഒരു കൂട്ടായ്മയായിട്ട്, ഒരു മനസ്സായിട്ട്. ഇന്ന് വിജയവരം രൂപത മക്കൾ ഈ അഭിമന്യ പിതാക്കന്മാർ, സഭാതലവന്മാരോടൊത്ത് നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയാണ്. ഒരു നൂറ്റാണ്ടിന് മുമ്പ് കണ്ണനും ദേവനും വഴിതെളിച്ച ഈ പ്രദേശത്ത് ദേശ കമ്പനി ഇത് തേയിലത്തോട്ടത്തിന്, തേയില വളരാൻ ഫലഭൂയിഷ്ടമായ ഇടമാണെന്ന് കണ്ടെത്തുകയും നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് അനേകം പേർ തൊഴിൽ തേടി ഇവിടെ വരികയും അങ്ങനെ ജീവിക്കാനുള്ള മാർഗം ആ കമ്പനി നമുക്ക് കണ്ടെത്തുകയും ചെയ്തു. അതിലൂടെയാണ് ഈ പ്രദേശത്ത് കത്തോലിക്കരായിട്ടുള്ള വിശ്വാസികൾ കടന്നു വന്നത്. അംബ്രോസ് പിതാവിൻ്റെ കാര്യം പറയുമ്പോൾ ഇവരുടെ മിഷണന്മാരുടെ മുൻഗാമിയായ അൽഫോൺസ് മൂപ്പച്ചൻ ആലുവായിൽ നിന്ന് കാൽനടയായി ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ 3 ആറുകൾ സമ്മേളിക്കുന്ന ഈ പ്രദേശം അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളാൽ സ്പർശിച്ച് ഈ മല കയറിയപ്പോൾ ഇത് വിശുദ്ധ മൗണ്ട് കാർമൽ ആയി മാറി. അങ്ങനെ മിഷണന്മാരുടെ, കർമ്മലീത്ത മിഷണന്മാരുടെ സേവനത്തിൻ്റെയും സഹനത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അങ്ങനെ നമുക്ക് നൽകിയ സംഭാവനകളുടെ അംഗീകാരമായിട്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഈ ദേവാലയത്തെ മൈനർ ബസിലിക്കയായി അംഗീകരിച്ചത്. ഈ അംഗീകാരം മിഷണന്മാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ് നൽകുന്നത്, നമ്മുടെ ഈ പ്രദേശത്തിനാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന എല്ലാ മതവിഭാഗക്കാരും ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്ക് തൊഴിൽ തരുന്ന, നമ്മെ പരീക്ഷിക്കുന്ന കമ്പനിയും കമ്പനിയുടെ അധിപന്മാരും മാനേജരും ഒക്കെ ഇവിടെ സന്നിഹിതരായിക്കൊണ്ട് നമുക്ക് വേണ്ടത്ര പ്രചോദനം നൽകുകയാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കാം. ഇതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും, നമ്മുടെ കൊച്ചുപിതാവ് അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഇടവേള ഡയറക്ടറായ പെരുമാനപ്പെട്ട മൈക്കിൾ വലയിഞ്ചിൽ അച്ഛനോടൊത്ത് അച്ഛൻ്റെ അസിസ്റ്റൻ്റ്, അതുപോലെ ഈ ഇടവാംഗങ്ങൾ ജൂബിലി ആഘോഷിക്കാൻ വേണ്ടി അവർ കുറേ നാളായിട്ട് കഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ആ കഷ്ടപ്പാടിൻ്റെ ഫലം 10 മടങ്ങായിട്ട് ഈ ദേവാലയത്തെ മൈനർ ബസിലിക്കയായി ഉയർത്തി പരിശുദ്ധ അമ്മ കർമ്മല മാതാവ് നമ്മെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഒന്നു ചേർന്ന് വിജയപുരം രൂപതയുടെ നാനാഭാഗത്തു നിന്നും വിവിധ ഇടവകളിൽ നിന്ന് എത്തിയിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും അൽമായ മക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കൃതജ്ഞതാബലി അർപ്പിക്കുവാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കയുടെ പ്രഥമ റക്ടറായി നിയുക്തനായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട മൈക്കിൾ വലയിഞ്ചിൽ അച്ഛനെ അഭിവന്യ പിതാവ് സ്ഥാനിക വസ്ത്രം ധരിപ്പിക്കുകയും ഈ ദേവാലയത്തെ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ച ഔദ്യോഗികമായ ഉത്തരവ് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്യുന്ന കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛനെ സഭ നൽകിയ ഈ വലിയ ആദരവിനും അനുഗ്രഹത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും നമുക്കേവർക്കും സന്തോഷിക്കുകയും ചെയ്യാം. അച്ഛനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. பசிலிக்கா அதிபரின் பதவியேற்பும் பசிலிக்கா அறிவிப்பும். மூணார் மவுண்ட் கார்மல் பேராலயத்தின் முதல் அதிபராக தேர்ந்தெடுக்கப்பட்டுள்ள அருட்தந்தை மைக்கேல் வலயிஞ்சில் அவர்களுக்கு மேதகு ஆயர் திரு ஆடையை அணிவித்து இந்த தேவாலயத்தை பசிலிக்காவாக உயர்த்தி
திருத்தந்தை பிரான்சிஸ் அவர்கள் பிறப்பித்த அதிகாரப்பூர்வ ஆணையை அதிபரிடம் ஒப்படைக்கும் நிகழ்வு தற்போது நடைபெறுகிறது. நமது அன்பிற்குரிய அருட்தந்தை மைக்கேல் அவர்களுக்கு திரு அவை நல்கும் மாபெரும் மரியாதையின் பொருட்டு நாம் மகிழ்ச்சி அடைவோம். அருட்தந்தைக்காக இறைவனிடம் வேண்டுவோம். തുടർന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ഉത്തരവ് അഭിവന്യ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പിതാവ് ലത്തീനിലും തുടർന്ന് രൂപത ചാൻസലർ അഭിവന്യ മോൺസിഞ്ഞോർ ജോസ് നവസ് അവർകൾ ഇംഗ്ലീഷിലും ശ്രീമതി ട്രീസ ജൂലിയറ്റ് തമിഴിലും രൂപത വൈസ് ചാൻസലർ റവറൻ സിസ്റ്റർ മേരി ആൻസ DIH മലയാളത്തിലും വായിക്കുന്നതായിരിക്കും. ശ്രദ്ധാപൂർവം നമുക്കിത് ശ്രവിക്കാം. திருத்தந்தை அவர்களின் ஆணையை மேதகு ஆயர் ஜஸ்டின் அலெக்சாண்டர் மடத்தில் பரம்பில் லத்தீனிலும், அதனைத் தொடர்ந்து மறைமாவட்ட சான்சலர் மேதகு மோன்சிஞ்சோர் ஜோஸ் நவாஸ் இங்கிலீஷிலும், ஸ்ரீமதி ட்ரீசா ஜூலியட் தமிழிலும், மறைமாவட்டத்தின் வைஸ் சான்சலர் அருட்சகோதரி மேரி அன்சா மலையாளத்திலும் வாசிப்பார்கள். அனைவரும் கவனத்துடன் கேட்போம். Protocol number 663-22. Dicasterium de culto divino et disciplina sacramentorum Vijayapurumensis. Instante eccellentissimo Domino Sebastiano Tecate Ceril, Episcopo Vijayapurumensi, literis die duo de viginti mensis septembris 2022 datis, preces et vota cleri atue Christi fidelium esploramente, dicasterium de culto divino et disciplina sacramentorum, vigore facultatum peculiarum sibi a summa pontifice Francisco tributarum, ecclesiam in opud munar, Deo in onere montis Carmeli dicatam, titulo ad dignitate basilicae minoris, omnibus cum iuribus atque liturgicis concessionibus rite, competentibus perlibender et surnant, servatis vero servantis ixta decretum, de titulu basilicae minoris die 9 mensis novemberis, unde vigente 189 evulgatum. Contraris quibus libet minime obstantibus, et edibus dicasteri de culto divino et disciplina sacramentorum die duo de triginda febbraio 2024.
Arturus Cardinalis Roche Perfectus, Vittorius Franciscus Viola, Archiepiscopus a Secretis. Dicastery for Divine Cult and Discipline of Sacraments, number 66322, Vijayapuram. Pursuing the letters of His Excellency Monsignor Sebastian Tekete Cheril, Bishop of Vijayapuram, dated 18th September 2022, bringing out the prayers and desires of the clergy and the Christ faithful, the Dicastery for Divine Cult and Discipline of Sacraments, in accordance with the special faculties having been assigned to it by the Supreme Pontiff Francis, embellishes very willingly the church in the town called in vernacular Munnar, dedicated to God in honor of the Mount Carmel, with the title and dignity of minor basilica, with all the rights and liturgical permissions duly admissible, having been served, to be sure, by the things needing to be served in accordance with the decree on the title of minor basilica, promulgated on 9th day of November 1989, notwithstanding anything to the contrary, given from the offices of the Dicastery for Divine Cult and Discipline of Sacraments on the 28th day of the month of February 2024. Arthur Roche, Prefect, and Victor Francis Viola, YFM, Archbishop Secretary.